യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഒരു പ്രത്യേക ആത്മീക സന്ദേശം നിങ്ങളോട് അറിയിക്കേണ്ടതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ജനുവരി 28 പരസ്യ യോഗത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെടുകയുണ്ടായി. ദൈവത്തിൻ്റെ കോപ ദിവസം വെളിപ്പെടാറായി. ന്യായവിധിയുടെ നാളുകൾ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുവാനായിട്ട് നിയോഗിക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 16 അധ്യായത്തിൽ ദൈവത്തിൻ്റെ 7 ക്രോധ കലശങ്ങൾ ഭൂമിയിലേക്ക് ദൈവ ദൂതന്മാരെ നിയോഗിച്ച് അത് പകരുവാൻ അവരെ ഏൽപ്പിച്ച് ചെയ്യിക്കുന്ന ആ കാര്യം വിവരിച്ച് പ്രസംഗിക്കുവാൻ ഉടൻ തന്നെ എനിക്ക് ഒരു നിയോഗം ലഭിച്ചതനുസരിച്ച് ഞാൻ അന്നേരം അതൊക്കെ അങ്ങ് പ്രസംഗിച്ചു പോയി. പിന്നീട് പ്രാർത്ഥനാ വേളയിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി എന്നോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം വളരെ സ്പഷ്ടമായി എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. അക്കാര്യം നിങ്ങളോട് ലൈവിലൂടെ ഷെയർ ചെയ്യാം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി നാം അറിയണം. കർത്താവ് താൻ പറഞ്ഞ പ്രവചന വചനങ്ങൾ അനുസരിച്ച് ലോത്തിന്റെ കാലം പോലെയും നോഹയുടെ കാലം പോലെയും മനുഷ്യപുത്രന്റെ വരവാകും എന്ന ആ പ്രവചന സത്യം എല്ലാവരും കുറിക്കൊള്ളേണ്ടുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാലങ്ങളെക്കുറിച്ച് മനുഷ്യന് വലിയ പ്രാധാന്യത ഒന്നും കൽപ്പിക്കപ്പെടുവാൻ സാധ്യത കുറവാണ്. കാലങ്ങൾക്ക് മനുഷ്യൻ പ്രാധാന്യത കൽപ്പിക്കാൻ സാധ്യതകൾ കുറവാണ്. പക്ഷെ ദൈവം അങ്ങനല്ല. കാലങ്ങൾക്ക് പ്രാധാന്യത കൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു തിരുവെഴുത്തുകളിലൂടെ വെളിപ്പെടുത്തി പറയുകയാണ്. യേശു ഈ ഭൂമിയിൽ ഒന്നാമതായി വന്നപ്പോൾ താൻ സ്നാനമേറ്റ ശേഷം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയം പ്രസംഗിച്ചു തുടങ്ങിയ ആ വചനങ്ങൾ ഇതാണ്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. കാലസമ്പൂർണതയെങ്കിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടിമകളായി കഴിഞ്ഞിരുന്നവരെയൊക്കെ വിടുവിപ്പാൻ ചിച്ചു പ്രവർത്തിച്ചു. ഗലാത്യർക്കെതിരെ 4 അധ്യായത്തിൽ ഈ വാക്യം കാണാം. കാലങ്ങൾക്ക് ദൈവം പ്രസക്തി നൽകുന്നുണ്ട്. ദൈവം ചില സമയങ്ങളെ അപ്പോയിന്റഡ് ടൈമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പ്രിയ സ്നേഹിതരെ നിങ്ങൾ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു താൻ ഈ ഭൂമിയിൽ വന്ന് പ്രസംഗിച്ച കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറയുന്ന ആ സന്ദേശം മനുഷ്യനോടുള്ള ബന്ധത്തിൽ അടിയന്തരമായി മനുഷ്യൻ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ മനുഷ്യനോട് ദൈവം അടിയന്തരമായി ആവശ്യപ്പെടുന്നത് മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നതാണ്. അതിനുള്ള ഒരു അപ്പോയിന്റഡ് ടൈമായി, ഒരു പീരീഡായി ദൈവം ഒരു സമയകാലഘട്ടത്തെ ക്രമീകരിച്ച് ഒരുക്കി അത് വെളിപ്പെടുത്തുന്നു എന്ന നിലയിലാണ് കർത്താവ് അത് പ്രസംഗിച്ചത്. അതുകൊണ്ട് ആ പീരീഡ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഒട്ടും നഷ്ടമാക്കാതെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, സുവിശേഷം വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക, രക്ഷ പ്രാപിക്കുവാനായി ശ്രമിക്കുക. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്
കഴിഞ്ഞ ആഴ്ച ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത്. ഇനി ന്യായവിധിയുടെ നാളുകൾ വെളിപ്പെടാനായി പോകുന്നുവെന്ന വ്യക്തമായ അരുളപ്പാട് എനിക്ക് ദൈവം നൽകുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം ആസ്പദമാക്കിക്കൊണ്ടുള്ള സന്ദേശം കിട്ടിയ മാത്രയിൽ തന്നെ ഞാൻ ആ സ്ഥലത്ത് നിന്ന് അതങ്ങ് പ്രസംഗിച്ചു. ഇന്നിപ്പോൾ ലൈവിൽ നിങ്ങളോടും പറയുവാനുള്ളത്, ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് പീരീഡ് ഈസ് കമ്മിങ് ക്ലോസർ ആൻഡ് ക്ലോസർ. ടൈം ഈസ് വെരി ഷോർട്ട് ബിഫോർ us. അതുകൊണ്ട് എത്രയും വേഗത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രേസ് പീരീഡ് ആണ് ഇനി മുമ്പോട്ടുള്ള ഓരോ മണിക്കൂറുകളും എന്ന നിലയിൽ കണക്കാക്കിക്കൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പാനും ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനും നിങ്ങൾ അവസരം കണ്ടെത്തുക. അതിനുള്ള ആഹ്വാനം ഈ സന്ദേശത്തിലൂടെ ഞാൻ നൽകുകയാണ്. ഇതിനോടൊപ്പം ഞാൻ വെളിപ്പെടുത്തി പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 18-ാം അധ്യായം ഒക്കെ വായിച്ചു നോക്കുക. ഒരു ബാബിലോണിയൻ സംസ്കാരം ഭൂമിയിൽ അത് നിലവിൽ സെറ്റപ്പായിട്ടുണ്ട്. പക്ഷെ അത് പരസ്യമായി മറനീക്കി വെളിപ്പെടുക മാത്രം മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അത് വെളിപ്പെടും. കാരണം ബൈബിൾ പ്രവചനമാണ്, അത് നിവർത്തീകരിക്കപ്പെടും. അത് ആന്റിക്രൈസ്റ്റിന്റെ ആ ഭരണവും ഒക്കെ ചേർത്ത് ഒരു വലിയ സംവിധാനം ഇവിടെ ലോകത്ത് പ്രത്യക്ഷമാകും എന്ന് വളരെ വ്യക്തമായി നിങ്ങൾ അറിയണം. പക്ഷെ ഇവിടെ എനിക്ക് അതിനോട് ചേർത്ത് പറയുവാനുള്ള കാര്യം, ഈ മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ക്യാപ്ഷനോടുകൂടി അറിയപ്പെടുന്ന സംവിധാനം ആക്ച്വലി ഒരു സ്പിരിച്വൽ ഫോർണിക്കേഷനെയാണ് അത് വെളിപ്പെടുത്തുന്നത്. ആത്മീയ വ്യഭിചാരം അതിൻ്റെ സൂചനയായിട്ടാണ് ആ പദപ്രയോഗം ഉപയോഗിച്ച് കാണുന്നത്. ആ വെളിപ്പാട് പുസ്തകത്തിലെ ആ 7 മലയും ആ 10 കൊമ്പും രാജാക്കന്മാര് ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ത്രീയെ, ആ സ്ത്രീയെ കുറിച്ചുള്ള വിവരണമായി അവിടെ പറയുന്ന വേശ്യകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊക്കെ പറയുന്നതെല്ലാം ഒരു സ്പിരിച്വൽ ഫോർണിക്കേഷൻ, ആത്മീയ വ്യഭിചാരത്തെ സൂചിപ്പിച്ച് പറയുന്ന പദപ്രയോഗങ്ങളാണ്. ആത്മീയ വ്യഭിചാരം ക്രിസ്തീയതയിലേക്ക് കടത്തിയ മതങ്ങളും പ്രസ്ഥാനങ്ങളും ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. ഞാനെല്ലാം ഒന്നും വെളിപ്പെടുത്തി പറയുന്നില്ല. പ്രാചീന കാലം മുതലേ ദൈവത്തിൽ നിന്നും അകന്നുപോയ ആദം മുതൽ ഇങ്ങോട്ടുള്ള ആദമിന്റെ തലമുറക്കാർ, പ്രാചീനകാല മനുഷ്യർ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചു പോയി അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നുകൊണ്ട് അവർ കണ്ടെത്തിയ പല ദൈവങ്ങളും അവരുടെ ആരാധന ബിംബങ്ങളായി, മൂർത്തികളായി മാറുകയുണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ കാലാകാലങ്ങളിലായി സത്യദൈവത്തെ അന്വേഷിച്ച് വന്ന ചില ഭക്തന്മാരും ജീവിച്ചിരുന്നിട്ടുണ്ട്. അവർക്ക് ദൈവം പ്രത്യക്ഷനായിട്ടുമുണ്ട്. ഹാനോക്ക്, അബ്രഹാം മുതലായ ദൈവഭക്തന്മാർക്കൊക്കെ സത്യദൈവം നേരിട്ട് പ്രത്യക്ഷനായിട്ടുണ്ട്. അതല്ലാതെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ദൈവത്തെ അന്വേഷിച്ചു പോയി സത്യദൈവത്തെ അവര് കണ്ടെത്താൻ ശ്രമിക്കാതെ അവരവരുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നിട്ട് അവർ ദൈവങ്ങളെ നിർമ്മിക്കുകയുണ്ടായി, മതങ്ങളെ നിർമ്മിക്കുകയുണ്ടായി. അങ്ങനെ ഈ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന അനവധി അന്യാരാധനകളും മതവിശ്വാസങ്ങളും നിലവിൽ ഭൂമിയിലുണ്ട്. ശ്രദ്ധേയമായി ഇവിടെ എനിക്കെടുത്ത് പറയാനുള്ളത്, ഇങ്ങനെയുള്ളതായ അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും വിഗ്രഹാരാധനയിലും അന്ധമായ മതാചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വിശ്വസിച്ചും അത് ആചരിച്ചും ജീവിച്ചു പോരുന്ന ഒരു വലിയ കൂട്ടം ജാതീയ മത സമൂഹങ്ങളോട്
ക്രിസ്തീയതയെ ബന്ധിപ്പിച്ച് ക്രിസ്തീയതയെ ആത്മീയ വ്യഭിചാരത്തിലേക്ക് നയിച്ച മതപ്രസ്ഥാനങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ, കുറ്റപ്പെടുത്തി പറയുന്നതെന്ന് വിചാരിക്കരുത്, ഫ്രാങ്കായിട്ട് പറയുകയാണ്, ലോഹധാരികളായി പള്ളി വികാരികളായി പ്രവർത്തിച്ചു വരുന്ന ഒരാൾക്കും ഈ സത്യ വേദപുസ്തകം എടുത്ത് വായിക്കാനോ അത് പ്രസംഗിച്ച് കേൾപ്പിക്കാനോ അതിൽ നിന്ന് ഉപദേശിക്കാനോ അതിൽ നിന്നുള്ള ആത്മീക ആലോചനകളും ദൂതുകളും മനുഷ്യരോട് സംസാരിക്കുവാനോ യാതൊരു അധികാരവും ദൈവം അവർക്ക് നൽകിയിട്ടില്ല എന്ന് സ്പഷ്ടമായും വ്യക്തമായും വെളിപ്പെടുത്തി പറയുകയാണ്. നാളിതുവരെ ഇതുപോലുള്ള ആളുകൾ ഈ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് സന്ദേശങ്ങളും ദൂതുകളും പ്രസംഗങ്ങളും ഒക്കെ നടത്തിപ്പോന്നിട്ടുണ്ടാകാം. പക്ഷേ അതിനുള്ള യോഗ്യതയോ അധികാരമോ അവർക്ക് ദൈവം നൽകുന്നില്ല എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ പ്രസ്താവന ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരക്കാരായിട്ടുള്ള ആളുകളുടെ വർത്തമാനങ്ങളിൽ വിശ്വസിക്കരുത്. മതങ്ങളും മതാചാര്യന്മാരും മതങ്ങളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന പള്ളിവികാരിമാരും അവർ പഠിപ്പിക്കുന്ന ഉപദേശങ്ങളും ഒരു വ്യക്തിയെയും രക്ഷിക്കത്തില്ല, ഒരു വ്യക്തിയെയും സത്യദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിക്കത്തില്ലെന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ ഇതിനകത്തൂടെ പ്രസ്താവിക്കുകയാണ്. അവിടെ പ്രിയരെ, നിങ്ങൾ ഇത്തരം ആളുകളെ വിട്ട് ഒഴിഞ്ഞു നിൽക്കുക. ഈ ലൈവിലൂടെ എന്നെ കേൾക്കുന്ന ആരായാലും ഈ സാരോപദേശം നിങ്ങൾ കൈക്കൊള്ളുവാൻ മനസ്സ് കാണിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകാൻ അതൊരു വഴിയായി മാറും. എനിക്ക് മതത്തെക്കുറിച്ച് പറയാനില്ല. ഞാൻ പ്രസ്താവിക്കുന്നത് സത്യവേദ പുസ്തകവും ഞാൻ പ്രസ്താവിക്കുന്നത് യേശുവിൻ്റെ സുവിശേഷവും ആസ്പദമാക്കിക്കൊണ്ടുള്ള തിരുവെഴുത്തുകളാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന വൻ ന്യായവിധിയിൽ നിന്നും ഒഴിവുള്ളവരായി മാറുവാൻ കാലങ്ങളെ തിരിച്ചറിയുക. നമ്മുടെ രാജ്യത്ത് പല കാര്യങ്ങളും നിയമാനുസൃതമാക്കിക്കൊണ്ടിരിക്കുക. അതിലൊന്ന് സ്വവർഗ വിവാഹം, രണ്ട് നമ്മുടെ അടുത്ത ഇടയ്ക്ക് കേട്ട പ്രകാരം ലൈംഗിക തൊഴില് നിയമസാധുതയുള്ള പ്രവർത്തനങ്ങളായി ഇതിനെയൊക്കെ ഭരണകർത്താക്കന്മാർ തന്നെ പാസാക്കിയാൽ അല്ലെങ്കിൽ അനുവദിച്ചാൽ ഇതിനോട് താല്പര്യരായിട്ടുള്ള ഒത്തിരി പേർ നമ്മുടെ ഈ രാജ്യത്തിലുണ്ട്. അവരൊക്കെയും തന്നിഷ്ടപ്രകാരം ഇത്തരം മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്ത് അവര് പ്രവർത്തിപ്പാൻ ഇറങ്ങിത്തിരിച്ചെന്നിരുന്നാൽ അധികം താമസിയാതെ തന്നെ നമ്മുടെ സമൂഹം മ്ലേച്ഛതകളാൽ നിറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞാൽ ഉണ്ടാകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 5-6 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചതല്ല അറിയാം. ഒരു ന്യായവിധി ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 18 അധ്യായങ്ങളിലേക്ക് നിങ്ങൾ വന്നാൽ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനേ കഴിയും ഒരു ന്യായവിധി. ദൈവം നോഹയുടെ കാലം പോലെയും ലോത്തിന്റെ കാലം പോലെയും മനുഷ്യപുത്രന്റെ വരവാകുമെന്ന് പ്രവചനാത്മാവിൽ നമ്മളോട് ആലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഗൗരവത്തോടെ അതിനെ വീക്ഷിക്കുക, അതിനെ ശ്രദ്ധിക്കുക. ആരും നശിച്ചു പോകരുത്. ഒരു മനുഷ്യനും നിത്യനാശത്തിന് വിധേയരാകരുത് എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ സത്യസുവിശേഷം പ്രസംഗിക്കുന്നത്. ആകയാൽ ഇതൊരു സൈഡിലൂടെ മാത്രം കടന്നുപോയിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ദേശം ലൈവിലൂടെ ഒരു സൈഡിലൂടെ മാത്രം ചില ആളുകൾ മാത്രം കേൾക്കുന്ന ആ നിലയിൽ ഇത് പോയിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകട്ടെ, അത്രയാകട്ടെ.
കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു നന്മയായും വിടുതലായും ഭവിക്കുന്നെങ്കിൽ അത് അത്രയുമാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അതല്ലാതെ പ്രധാന ശുശ്രൂഷകളായി ഞങ്ങൾ നടത്തി വരുന്ന അനവധി പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും വേറെയുണ്ട്. അത് ഞങ്ങളുടെ പ്രധാന ശുശ്രൂഷകളായി ഞങ്ങൾ പട്ടണത്തെ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ്. അതിലൂടെ അനേകർ ഇങ്ങനെ വിടുവിക്കപ്പെട്ടുകൊണ്ട് വരുന്നു. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ദൈവ രാജ്യത്തിൻ്റെ ആ കെട്ടുമണിക്ക് അനേകർ രക്ഷപ്രാപിക്കുന്നതിന് ഒരു മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടെ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പറയാനുള്ളത് ഒരു ക്യാപ്സൂൾ മെസ്സേജ് പോലെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ ആത്മാഭിമാനത്തോടുകൂടെ തന്നെ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിപ്പാൻ വ്യക്തിപരമായി താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള അവസരം നിങ്ങൾക്ക് എടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ഞാനുമായി ബന്ധപ്പെടുക. എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പറാണ് 9744001811. എൻ്റെ പേര് അലോഷ് എന്നാണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.